അപ്പൊ ഈ ചക്കല്ലേ അപ്പുറത്തുള്ളയോ? മണം വരുന്നൊക്കെ ഉണ്ട്. ഹായ് ഫ്രണ്ട്സ്, ചീരുള്ളി വീഡിയോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചക്ക വെച്ചിട്ട് എന്താ ഉണ്ടാക്കണേ? ചക്കടയാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ ചക്കടയൊക്കെ എല്ലാവർക്കും അറിയാൻ മതിയാവും, എന്നാലും അറിയാത്തവരാരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ ഈ ചക്കേനെ വെച്ചിട്ട് നമ്മളൊരു ചക്കട ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ നമുക്ക് എന്നാൽ വേഗം ചക്കട ഉണ്ടാക്കാൻ ഒരുങ്ങിയാലോ? ഇപ്പൊ കുറഞ്ഞ ആൾക്കാർക്കൊക്കെ ഒരു ചക്ക ഫുള്ള് കിട്ടി എന്താ നമ്മള് കാട്ടുക, തിന്നാൻ കഴിയൂലല്ലോ എന്ന് വിചാരിക്കരുത്. ചക്ക നല്ല പഴുത്ത ചക്കയല്ലേ, വേവിച്ചാണ്ട് വെച്ചൊരു ഉരുളിയിലോ എന്തെങ്കിലും ആക്കി വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെക്കണവർക്ക് ഫ്രിഡ്ജിൽ വെക്കാം, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചൂടാക്കിയാൽ എന്നും ഉപയോഗിക്കാം. അപ്പോൾ ഈ പഴുത്ത ചക്ക വെച്ചിട്ടാണ് ഞങ്ങൾ ചക്കട ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ചക്ക മുറിക്കല്ലേ നമുക്ക്? അടിപൊളി ചക്ക, സൂപ്പർ ചക്ക അല്ലേ. ഈ ചക്കേനെ നല്ലപോലെ വൃത്തിയാക്കിയിട്ട് ചുളയൊക്കെ പറിച്ചിട്ട് നമുക്ക് കഷ്ണം മുറിച്ചിട്ട് നല്ലപോലെ അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കണം. നല്ല പഴുത്തതാവുകൊണ്ട് അരിയേണ്ട പണി ഇല്ല കേട്ടോ. നമുക്ക് ചുള പറിച്ചിട്ടാണ് അടുപ്പത്ത് വെച്ച് വേവിച്ചാലും മതി. കുരുവൊക്കെ കളഞ്ഞ് ചുളയൊക്കെ പറിച്ച് ഞങ്ങൾ അടുപ്പത്ത് വെച്ച് വേവിക്കാൻ പോവാണ്. അപ്പോൾ ആ പണി നോക്കാം. അത് ഈ കൂഞ്ഞ നല്ല നല്ല മണമുണ്ട്. മധുരം കുറച്ച് മതി. ഒരു തേനീച്ചതാ, മണം കൊണ്ട് വരും തേനീച്ചല്ലേ. ആദ്യം നമുക്ക് കൈമിൽ ഇത്തിരി വെളിച്ചെണ്ണ ആക്കല്ലേ, എന്നാൽ പിന്നെ പശാന്ന് ചക്കൻ്റെ വളഞ്ഞി ചക്ക വളഞ്ഞി കളഞ്ഞു. കൂഞ്ഞൊക്കെ ചെത്തി കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്നിട്ട് ഇതിന് നല്ല അടിപൊളി ഒരു ചുള ഇങ്ങനെ ഇരിക്കുക. അടിപൊളി ചക്ക. മധുരം ഉണ്ടോ നോക്കട്ടെ? മധുരം ഉണ്ടാവും, ഇത് കണ്ടാൽ തന്നെ അറിയാലോ. നല്ല രസമുണ്ട്, നല്ല മധുരം. അപ്പം നമുക്ക് ഇതിക്ക് ശർക്കര കുറച്ച് ചേർക്കാം അതില്ലേ? തേൻ വരിക്ക. അടിപൊളി ചക്ക. അമ്മ, ഈ ചക്കടേ പഴഞ്ചക്ക കൊണ്ട് മാത്രമേ ഉണ്ടാക്കാൻ പറ്റൂ? ചക്കയും പഴഞ്ചക്കയും ഒക്കെ പറ്റൂല്ലേ? രണ്ടിനും അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവില്ലേ? അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ ഞാനും അമ്മ ഇത്രയും നേരം റെഡിയാക്കി വെച്ച ചക്ക ഇട്ടത്. ഇനി ഞങ്ങളിത് വേവിക്കാൻ ഒരുങ്ങാണേ. അപ്പം മൂന്ന് അടുപ്പത്തിക്കല്ലേ. ഇനി കുറച്ച് വെള്ളം ഒഴിക്കല്ലേ, അടച്ചേക്കല്ലേ. നമുക്ക് ഈ സമയം കൊണ്ട് ഈ അട പുഴുങ്ങാനുള്ള ഇല എടുക്കണ്ടേ? വാട്ടി ഉണ്ടാക്കണം. അപ്പം ഇല എടുക്കല്ലേ. ഒന്ന് അടി പിടിച്ചിട്ട് നോക്കല്ലേ. ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കണേ നല്ലതാണ്, കാരണം കുറച്ച് വെള്ളം നമ്മൾ ഒഴിക്കണുള്ളൂ, അപ്പം അടി പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ക്ലിയറാണ്. ഇല വാട്ടുള്ള തീ എത്തിക്കട്ടോ. നല്ല നാടിക്കോട്ടെ, പൊതിയുമ്പോൾ പൊട്ടും. നമ്മൾ ഇലയൊക്കെ വാട്ടി വെച്ചു, നമ്മളെ ചക്കയും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വാങ്ങിക്കട്ടോ. എന്തുണ്ടല്ലേ? അപ്പം ഇതേ പെട്ടെന്നാവുകൊണ്ടാട്ടോ ഇത് ഇങ്ങനത്തെ കാലം. കുറച്ച് ഒരു ദിവസം ഇങ്ങനെ വെക്കണം. അപ്പം ഇതിങ്ങനെ കാപ്പി കളർ നിറത്തിൽ ഇങ്ങനെ ഒരു വരും. അങ്ങനെ ഇളക്കി ഇങ്ങനെ ഒരു ദിവസം വേവിക്കണം ശരിക്കും ചക്ക. അപ്പോഴാണ് ചക്കേൻ്റെ നല്ല കളർ വരിക. അതെ, നല്ല പിന്നെ ഉരുളിയിലൊക്കെ അല്ലേ വേവിക്കുക? ഉരുളിയിലൊക്കെ വേവിച്ചിട്ട് അത് അടച്ചടി വെക്കാം. പിറ്റേ ദിവസമൊക്കെ നമുക്ക് എടുത്തുണ്ടാക്കുകയാണെങ്കിൽ നല്ല മണം. അതുപോലെ കുറേ ദിവസവും കുറേ കാലങ്ങളോളം കേടുവരാതെ നിൽക്കൂലേ? വെക്കാം. ഇങ്ങനെ ചക്ക വരട്ടി 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 കുറേ ദിവസങ്ങളോളം കേടുവരാതെ വെക്കാം. എന്നിട്ട് നമുക്ക് ഇഷ്ടം ഉണ്ടാകുമ്പോൾ, പൂതിയൊക്കെ ഉണ്ടാകുമ്പോൾ ചക്കടയൊക്കെ ഉണ്ടാക്കി തിന്നാം. അപ്പം നമുക്ക് ഇനി അടുത്ത പരിപാടി നോക്കാം. അതിവിടെ മാറ്റി വയ്ക്കാം. അപ്പം നമ്മൾ നല്ല പോലെ വേവിച്ച ചക്കേനെ മിക്സിയിലിട്ട് അരച്ച് കൊണ്ടുവന്നാട്ടത്. ഇതൊക്കെ എളുപ്പപ്പണിയാണ് അല്ലേ? കൈകൊണ്ട് ഇങ്ങനെ കുഴക്കലായിരുന്നു ആദ്യമൊക്കെ. അപ്പം എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യാം അല്ലേ? അപ്പം നമ്മൾ അട ഉണ്ടാക്കാൻ ഒരുങ്ങല്ലേ. അപ്പം അത് അട ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് പച്ചരി കേട്ടോ, പച്ചരീൻ്റെ പൊടിയാണ്. സാധാരണ പച്ചരി നമ്മൾ മിക്സിയിൽ പൊടിച്ചതാണ്. അപ്പോൾ അത് ചേർക്കുക. നമ്മളെ ചക്കയ്ക്ക് ഇട്ട് കൊടുക്കുക.
ആവശ്യത്തിന് ഇട്ട് ഇങ്ങനെ ഇളക്കി ആവശ്യത്തിന് ഇടാറ്റി വെള്ളം ഏറിയാലേ പിന്നെ നമ്മൾ പൊടി അഴിച്ചുണ്ടാക്കേണ്ടി വരും. അപ്പം അത് മതിയല്ലേ. ഇത് നല്ല പോലെ നമ്മൾ പൊടിച്ച് വെച്ച ശർക്കരയാണ്, അതും ചേർത്ത് കൊടുക്കാം മധുരത്തിന്. ഇതൊക്കെ നമ്മൾ തേങ്ങ കൊത്താണ് ഇട്ടിടണേ. ഇത് മുഴുവൻ ഇടല്ലേ അമ്മ? ഒരു മുറീൻ്റെ തേങ്ങ ഇട്ടത്. കുറച്ച് ടേസ്റ്റിന് വേണ്ടി നമുക്ക് ഇതേപോലെ ഇത്തിരി ഏലക്കായ പൊടിച്ചും കൂടി ഇടട്ടോ. അപ്പോൾ ഇത് ഞാൻ 2 നാഴി പച്ചരി ആട്ടെടുത്തേ. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിനുള്ള ശർക്കരയും അതുപോലെ നമ്മളെ ചക്കയും ആവശ്യത്തിന് എടുക്കുക, മധുരമൊക്കെ നോക്കിയിട്ട്. ചക്ക ഞാൻ ചേർക്കണ്ടല്ലോ. ഈ ചക്ക നമുക്ക് ഇനി മാറ്റി വയ്ക്കാം. നമുക്ക് ഇതുകൊണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാം, ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇതിവിടെ മാറ്റി വയ്ക്കാം. നമ്മൾ വാട്ടിയ ചിലകൾ ഇങ്ങനെ നിരത്തിക്കല്ലേ. മാവ് ഇങ്ങനെ ചീന്തി വയ്ക്കാം. അതെന്തിനാ? അത് കെട്ടാനില്ലേ? ഓക്കെ ഓക്കെ. ഇങ്ങനെ ചീന്താൻ പാടില്ല പറയും. എന്താ കാരണം? കാരണം ഇപ്പം അന്വേഷിക്കണ്ട. ആരൊക്കെയാണ് ഇപ്പം ഇങ്ങനെ ചീന്തത്? ആരെ കുട്ടികൾ ഈ ഇലയോണ്ട് ഇങ്ങനെ കളിക്കുമ്പോൾ ചീന്തി ഉണ്ടാക്കുമ്പോൾ വാഴേൻ്റെ ഇല അങ്ങനെ ചീന്തി കളയരുത് അല്ലേ? ആവശ്യമില്ലാതെ ചീന്തി കളയരുത്. നമ്മളിപ്പോൾ ഇതൊരു ആവശ്യത്തിനല്ലേ, അപ്പോൾ കുഴപ്പമില്ലല്ലോ. ഇനി കുറച്ച് മാവ് നമ്മൾ ഇതിക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കല്ലേ അമ്മ? മതി. കുറേശ്ശെ അതിൽ പുതിയ കയ്യിൽ മറ്റേ പൊതിയല്ലേ? അതിങ്ങനെ പൊതിയ അടിപൊളി. നല്ല മഴ വരുന്നുണ്ടല്ലേ അമ്മ? കുറച്ച് വേവിക്കാൻ കഴിയുമോ? നമുക്ക് വേവിക്കാം. ഈ മഴയത്ത് ഈ ചക്കടയും കട്ടൻ ചായ ഇങ്ങനെ കുടിക്കണേ ഭയങ്കര രസമാവില്ലേ? നമുക്ക് വേഗം ചെയ്യാം. എന്നിട്ട് ഞങ്ങൾ നല്ല അടിപൊളി കട്ടൻ ചായയും ചക്കടയും തിന്നണേ നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ. അല്ലാതെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയൂല. നമുക്ക് വ്യൂവേഴ്സിന് കാണിച്ചു കൊടുക്കല്ലാതെ അല്ലേ, ഓരുണ്ടാക്കട്ടെ ഇങ്ങനെയൊക്കെ. ഇപ്പം നമ്മൾ സംഭവങ്ങളൊക്കെ റെഡിയാക്കി കെട്ടിപ്പൊതിഞ്ഞ് നമുക്ക് വേവിക്കണ്ടേ? വേവിക്കല്ലേ. ഇതേപോലത്തെ ഒരു ചെമ്പിലാണ് കേട്ടോ ഞങ്ങൾ വേവിക്കണേ. അതിനൊരു സംഭവം ഉണ്ട്, കാണിച്ചു തരാം. അതാ നമ്മൾ ചെമ്പടുപ്പത്ത് വെച്ച് കുറച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ. മതിയോ? ഈ കോഴി ഇത് അമ്മേൻ്റെ കോൺട്രിബ്യൂഷൻ ആട്ടോ. ഇത് വെച്ചെടുക്കണേ. എന്താ വെച്ചാൽ അറിയാലോ, ഇതെല്ലാവർക്കും അറിയാം. ഇതൊക്കെ പുഴുങ്ങുമ്പോൾ വെള്ളത്തുമ്മ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോലൊക്കെ വെച്ചെടുക്കുന്നത്. രണ്ടെണ്ണം കനി വയ്ക്കും. ഇനി ഓരോന്നോരോന്നായി നമ്മൾ ഇതിലേക്ക് പെറുക്കിക്കാം. വെള്ളത്തിൽ തട്ടാത്ത രീതിയിൽ വെച്ച് കൊടുക്കുക. അല്ല, വെള്ളത്തിൽ തട്ടൂലല്ലോ, നമ്മൾ ആ വടി ഇങ്ങനെ വെച്ചതുകൊണ്ടേ. അപ്പം നമ്മൾ എല്ലാം വെച്ച് തീർന്നു കേട്ടോ. ഇനി നമുക്കിതൊരു അരമണിക്കൂർ വരെ ഇങ്ങനെ അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഇടയ്ക്കും തുറന്ന് വെക്കണേ നല്ലതാവൂലേ? തുറന്ന് വെക്കണം. ഹാവൂ, അടിപൊളി മണം വരുന്നുണ്ടല്ലേ? എന്നാൽ അടച്ചാളി വെന്തില്ലല്ലോ, ഒന്നും കൂടി വെന്തിട്ട്. നല്ല മണം. ഇപ്പം അരമണിക്കൂറായിട്ടുണ്ട്. നമുക്ക് വാങ്ങിക്കാം. വാവ്, അടിപൊളി ചക്കട ദാ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടാണ്. നമുക്ക് മാറ്റി വയ്ക്കല്ലേ? തണുക്കണം. അപ്പോഴാ ചൂടുണ്ട്. ചൂടില്ലാതിരിക്കുമോ? ഇപ്പം എടുത്താലല്ലേ? ഞാനേ ചൂടോണ്ടേ അമ്മ എന്തിനു ചിരിക്കണേ? അമ്മയ്ക്ക് അല്ലെങ്കിൽ തന്നെ ചിരിയുടെ അസുഖമുള്ള ആളാണ്. ഇടയ്ക്കിടയ്ക്ക് ചിരിച്ചോണ്ടിരിക്കും. ആരോഗ്യത്തിൻ്റെ രഹസ്യം. ഇനി കുറച്ച് നേരം നിങ്ങൾ എടുത്തോളെ. എൻ്റെ കൈ ചൂടായിട്ട് ചെയ്യാം. അപ്പം അതാ അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നമ്മളെ ചക്കട റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങല്ലേ? അപ്പോൾ ചെറിയമ്മ അവിടെ കട്ടൻ ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും കൂടി കട്ടൻ ചായയും ചക്കടയും കഴിക്കാം.
എല്ലാരും നല്ല സംഭാഷണത്തിലാണോ? ഹലോ, ഹായ് ഹായ് ഹായ്. അപ്പൊ ഇതെന്താ? ഇതാണ് ചക്കട. വാങ്ങൂ വാങ്ങൂ, താങ്ക് യു എന്നൊക്കെ അമ്മ തന്നെ പറയുന്നു. കഴിക്കൂ മാമ. ഇതാണ് ചക്കട. ചായ ഉണ്ടാക്കി തന്നെ ചെറിയമ്മ തട്ട അവിടെ ഇരിക്കണോ. ഞാൻ അവിടെ നിന്ന് ഇത് ഉണ്ടാക്കുമ്പോ തന്നെ ചെറിയമ്മ പറഞ്ഞിട്ടുണ്ട് കട്ടൻ ചായ എന്റെ വകയാണെന്ന്. അപ്പൊ ചെറിയമ്മ കട്ടൻ ചായക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ അപ്പൊ നമുക്ക് രണ്ടാക്കും വേണ്ടേ? ഇനി എല്ലാരും കഴിച്ചിട്ട് അഭിപ്രായം പറയണം കേട്ടോ മാമ. ബാക്കിയുള്ള നമുക്ക് തൽക്കാലം അവിടെ വയ്ക്കാം. എങ്ങനെയുണ്ട് അമ്മയ്യെ? ഇത് അമ്മയ്യാണ് കേട്ടോ. ഇത് അമ്മയാണേ. കഴിച്ചേക്ക്. സൂപ്പറായിരുന്നു. ഇപ്പോ ഇതാ മനുവിന് അവിടെ ഉണ്ട്, നിങ്ങൾ കഴിച്ചോളി. അത് ചെറുമേന്റെ കട്ടൻ ചായയാണ്, അടിപൊളി കട്ടൻ ചായ. പോടാ അവിടുന്ന്, ചക്കല്ലേ. എന്താ ഒള്ളി സാധനം അല്ലേ? ഇങ്ങനെ പിടിച്ചിട്ട് അടിപൊളി സാധനം. ഞാൻ തന്നെ ഉണ്ടാക്കി. ഇനിയിപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു തരേണ്ടതാ, എല്ലാവരും സാക്ഷികളാണ്. അമ്മ എവിടെ? അമ്മ എവിടെ? കണ്ടോ? അപ്പോൾ ഫ്രണ്ട്സ്, ഇതേപോലെ ചക്കടയൊക്കെ ഉണ്ടാക്കി കഴിക്കുക. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സംഭവങ്ങളാണ്. ഇപ്പോൾ കൊറോണയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ എല്ലാവരും സേഫായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക. ആവശ്യമില്ലാതെ പുറത്തേക്കൊന്നും ഇറങ്ങി പോകരുത്. അത്യാവശ്യത്തിന് മാത്രം ഇറങ്ങി പോവുക. എന്നിട്ട് സാധനങ്ങളൊക്കെ വാങ്ങുക, വീട്ടിൽ വരിക, സാനിറ്റൈസർ ഉപയോഗിക്കുക, കൈ സോപ്പിട്ട് കഴുകുക. അതൊക്കെ എല്ലാവർക്കും അറിയാം. എന്നാലും ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം, കൂട്ടുകാരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളെ ചാനൽ ചീരുള്ളി മീഡിയ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ടെടുക്കണം. എന്നാലാണ് നമ്മളിരുന്ന അതേപോലത്തെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ലഭിക്കുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെയ്ക്കും എല്ലാവർക്കും ടാറ്റാ.